ഇന്ന് നടന്ന IPL രണ്ടാം മത്സരവും തോറ്റ് രാജസ്ഥാൻ. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 151 റൺസാണ് സ്വന്തമാക്കിയത്. അവരുടെ ഓപ്പണിംഗ് ആയ ജയ്സ്വാളും സഞ്ജു സാംസണും കൂടി നല്ല രീതിയിൽ തുടങ്ങി. പക്ഷേ തുടക്കം തന്നെ സഞ്ജു സാംസണ് നഷ്ടമായി. 13 റൺസാണ് സഞ്ജു സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ജയ്സ്വാൾ 29 റൺസ് എടുത്തു. പിന്നീട് വന്ന റയൻ പരാഗ് 25 റൺസ്, ജുറയിൽ 33 റൺസ് സ്വന്തമാക്കി. ജോഫർ ആർച്ചർ 16 റൺസാണ് സ്വന്തമാക്കിയത്. അങ്ങനെ 151 റൺസാണ് 9 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ സ്വന്തമാക്കാനായത്. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അവർ വീണ്ടും നരയനെ മാറ്റി അവിടെ വീണ്ടും ഒരു പരീക്ഷണം നടത്തി. മൊയിൻ അലീനെ ഓപ്പൺ ചെയ്യിപ്പിച്ചു ഡിക്കോക്കിൻ്റെ കൂടെ തന്നെ. ഡിക്കോക്ക് കളിച്ചു. 97 റൺസാണ് ഡിക്കോക്ക് സ്വന്തമാക്കിയത്. മൊയിൻ അലിക്ക് 5 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് വന്ന അജിൻക്യ രഹാനെ 18ഉം അതുപോലെ തന്നെ ആഗ്രിഷ് 22 റൺസ് സ്വന്തമാക്കി. അങ്ങനെ 17.3 ഓവറിൽ കൊൽക്കത്ത വിജയം സ്വന്തമാക്കുകയായിരുന്നു. 8 വിക്കറ്റിൻ്റെ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. അങ്ങനെ ആദ്യ വിജയം സ്വന്തമാക്കി കൊൽക്കത്തയും 2 തോൽവികളുമായിട്ട് രാജസ്ഥാനുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് സൺറൈസേഴ്സും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലായിട്ടാണ് നാളത്തെ മത്സരം വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.